തൃശ്ശൂരിൽ പുലികൾ ഇറങ്ങുകയാണ്. അതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലാണ്. ഈ പുലികൾക്കൊപ്പം തന്നെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി പുലിവണ്ടി കൂടി ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ ടാബ്ലോയുടെ ഒപ്പം തന്നെ പുലിവണ്ടിയും ഇറങ്ങും. വ്യത്യസ്തമായൊരു പുലിവണ്ടി എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. ഇത് മീനാണോ പുലിയാണോ മീൻ പുലിയാണോ എന്നുള്ളതാണ്. അത് അയ്യന്തോൾ സംഘത്തിൻ്റെയാണ്. ഇത് പുലിമീൻ. ഇനിയിപ്പോൾ അതിനെ വേണമെങ്കിൽ എന്താ പറയാ, ടൈഗർ ഫിഷ്ന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി വിളിക്കാം. വ്യത്യസ്തകൾ എന്നും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പ്രാവശ്യവും വ്യത്യസ്തതകൾ കൊണ്ടുവന്ന ദേശമാണ് അയ്യന്തോള്. ആ ട്രാൻസ്ജെൻഡർ പുലി ആയിക്കോട്ടെ, ഓൺലൈൻ പുലിക്കളി ആയിക്കോട്ടെ, പെൺപുലി ആയിക്കോട്ടെ, പുലിത്തെയ്യമായിക്കോട്ടെ, ഇക്കൊല്ലം അയ്യന്തോൾ വീണ്ടും ജനശ്രദ്ധയെ ആകർഷിക്കും. സമ്മാനം നേടുക എന്നുള്ളതിനേക്കാൾ ഉപരി ജനപ്രിയരാവുക എന്നുള്ളതാണ് അയ്യന്തോളിന്റെ ലക്ഷ്യം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ വായുടെ ഉള്ളിലൊരു പുലി ഉണ്ടാവും, മുകളിൽ പുലി ഉണ്ടാവും. ഇത്രയും വലിയ പുലിവണ്ടി ഇന്ന് വരെ തൃശ്ശൂർ ടൗണിൽ ഇറങ്ങിയിട്ടില്ല. ഇന്ന് തൃശ്ശൂർ ടൗണിൽ എവിടെ ഉണ്ടായിട്ടില്ല. പുലിമുരുകൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ പുലിമീനാണത്. അതിപ്പോൾ തൃശ്ശൂർക്കാർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വ്യത്യസ്തത കാണിക്കുന്ന ആൾക്കാരാണ്. ഈ പ്രത്യേകിച്ച് അയ്യന്തോൾ ദേശം എന്ന് പറയുമ്പോൾ അവർ പുലിക്കളി മാത്രമല്ല, അവർ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. പച്ചക്കറി കൃഷി മുതൽ അവർ ചെയ്യാത്ത ഒരു പരിപാടി. പിന്നെ PSC എനിക്കോട് കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ ആളുകൾ PSC പരീക്ഷ ജയിച്ചത് ഇവരുടെ പരിപാടിയിലാണ്. ഒരു കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം അയ്യന്തോൾ മടങ്ങി വരികയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു കൊല്ലം എല്ലാ ട്രോഫിയും ഞങ്ങളാണ് കൊണ്ടുവന്നത്. 8 ട്രോഫിയാണ് മൊത്തം ഇതിലുള്ളത്. അതിൽ 7 കിട്ടിയിട്ടാണ് ഞങ്ങൾ ഓവറോൾ നേടിയത്. ഇപ്രാവശ്യം അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പുരാണം കൺസെപ്റ്റ് ഒരു വലിയ ചതിയുടെ, അതിനോട് അനന്തരമായിട്ടുണ്ടാകുന്ന വലിയ പകയുടെ, ഒരു ഗരുഡനും പാമ്പും തമ്മിൽ എങ്ങനെ ശത്രുവായി എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ്. അങ്ങനെ ഇത്തവണത്തെ പുലിക്കളി അതിഗംഭീരമാകാനായുള്ള ഒരുക്കത്തിലാണ് എന്തായാലും എല്ലാവരും തന്നെ. നമുക്കും കാത്തിരിക്കാം. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. MS ലിഷോയ് നമുക്കൊപ്പം ഉണ്ട്. ലിഷോയ്, പുലിമീൻ കൊള്ളാം, അതിൻ്റെ കുറച്ചാ കണ്ടോളെങ്കിലും ഗരുഡനും പാമ്പും ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ അയ്യന്തോളുകാരെ ഒരു മടങ്ങി വരവ് അത് ആഘോഷമാക്കി. അദ്ദേഹം പറഞ്ഞ പോലെ സമ്മാനമൊന്നുമല്ല, ജനപ്രിയമാവുക എന്നതാണ്. എല്ലാ ദേശക്കാരും ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ കരുതിയിട്ടുണ്ട്. എന്തായാലും ഈ പുലിമീൻ ആശയം ആരിലാണ് ഉദിച്ചത്? അതായത് എല്ലാ തവണ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ സംഘങ്ങളുടെയും അവരൊരു ലക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് പുലിമീൻ, അതായത് ടൈഗർ ഫിഷ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശയം കൊണ്ടുവന്നത്. ഈ പുലിവണ്ടി എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അതായത് പ്രത്യേകം ഒരു പ്രൈസ് തന്നെയുണ്ട്, മികച്ച പുലിവണ്ടിക്കുള്ള ഒരു പ്രൈസ് തന്നെയുണ്ട്. അപ്പോൾ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ ഒരു പുലിവണ്ടി തയ്യാറാക്കുക എന്നുള്ളത് എല്ലാ വർഷവും എല്ലാ സംഘങ്ങളും ചെയ്യാറുള്ളതാണ്. അപ്പോൾ മീനിനെ പുലിയാക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അയ്യന്തോൾ ചെയ്തിരിക്കുന്നത്. അതിൽ മീനിൻ്റെ ചിറകുകളായാലും വാലായാലും അതൊക്കെ തന്നെ ശരിക്കും ഒരു വെള്ളത്തിലൂടെ എങ്ങനെയാണ് ഒരു മത്സ്യം സഞ്ചരിക്കുക, ആ സമയത്തുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, അതിൽ പറഞ്ഞതുപോലെ തന്നെ 51 പുലികളാണ് ഓരോ സംഘങ്ങളുടെ കൂടെയും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ പുലിവണ്ടിക്ക് 51 അടി വലിപ്പമുണ്ട്, നീളമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് അത്രത്തോളം വലിയ എന്തായാലും പുലിവണ്ടി ഇതുവരേക്കും ഈ തൃശ്ശൂർ പുലിക്കളിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്തവണ ഇനിയിപ്പോൾ ഉണ്ടാകുമോ എന്നറിയില്ല, കാരണം മറ്റു ദേശക്കാരൊക്കെ എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പോയി കാണേണ്ടതുണ്ട്. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരുപാട് പ്ലോട്ടുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പുലിവണ്ടികളും ഒക്കെ തന്നെ ഉണ്ടാകും. ഈ പുലിവണ്ടി ഒരു സാമ്പിൾ മാത്രമാണ്, നാളെ കാണാനിരിക്കുന്നതേ ഉള്ളൂ എല്ലാ വ്യത്യസ്തമായ ഐറ്റങ്ങളും. ശരി, എന്തായാലും ലിഷോയ്, നാളെ നമുക്ക് കാണാം അല്ലേ? ഈ പുലി മീനിന് പകരം മറ്റ് ദേശക്കാർ വേറെ എന്തെങ്കിലും പുലികളൊക്കെ ഇറക്കുമെന്ന് നമുക്ക് കൗതുകത്തോടെ കാത്തിരിക്കാം. എന്തായാലും ഗംഭീരമായ ആഘോഷമായി തന്നെ കൊണ്ടാടട്ടെ. പുലിക്കളി എന്തായാലും വലിയ സഹായങ്ങളൊക്കെ പുലിക്കളി സംഘങ്ങൾക്ക് കിട്ടുന്നതും സംഘങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നതാണ്. അപ്പോൾ ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് നാളെ കാണാം ലിഷോയ്. ശരി.